ഷേക്സ്പിയറിൻ്റെ എല്ലാ ദുരന്ത നാടകങ്ങളിലും ഒരു കോമിക് കഥാപാത്രമുണ്ട്. വളരെ സങ്കടകരമായ രംഗങ്ങൾക്കിടയിൽ കാണികൾക്ക് ഒരു ആശ്വാസം പകരുകയാണ് ഈ കോമിക് കഥാപാത്രത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു കോമിക് കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. അൻവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാഥപ്രേതത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞു KC വേണുഗോപാൽ വരും, എല്ലാം ശരിയാകുമെന്ന്. KC വേണുഗോപാൽ വന്നു, പക്ഷേ അൻവറിനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഇനിയും അൻവറിന് രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ UDFൻ്റെ ഒപ്പം നിന്ന് UDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UDFൻ്റെ ഭാഗമാവുക. അതല്ലെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒരു തൃണമൂൽ പരുവത്തിൽ എരിഞ്ഞടങ്ങുക, നിലംപരിശാകുക എന്നുള്ളതേ ഉള്ളൂ. ഇതിലേത് വേണമെന്ന് അൻവറാണ് തീരുമാനിക്കേണ്ടത്. അൻവറിനെ എടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിലും UDFലും ഒക്കെ വലിയ അഭിപ്രായ വ്യത്യാസമാണെന്നും അവർ തമ്മിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം പലരും പ്രചരിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇന്നലെ KC വേണുഗോപാൽ മുതൽ താഴോട്ട് ഇന്ന് രാവിലെ സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് വരെ നടത്തിയ പ്രസ്താവനകളും വ്യക്തമായിരിക്കുകയാണ്. അൻവറിനെ വിശ്വസിക്കാൻ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പോഴും കഴിയുന്നില്ല. അൻവർ ഏറ്റവും കുറഞ്ഞത് പരസ്യമായിട്ട് ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നിടത്തോളമെങ്കിലും ചെയ്യാതെ അൻവറിന് UDFൽ കയറാൻ പറ്റില്ല. അതുപോലും ചെയ്യാൻ അൻവർ തയ്യാറാകാതെ എന്നെ UDFൽ എടുക്കണമെന്ന് പറയുന്നതിനകത്തെ ന്യായം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി അൻവറിനെ UDFൽ എടുത്താൽ പോലും ഈ പ്രചാരണ സമയത്ത് അൻവർ ഷൗക്കത്തിനെതിരായിട്ട് തിരിയില്ല എന്നുള്ള യാതൊരു ഉറപ്പും UDF നേതൃത്വത്തിനില്ല. എങ്കിലും പിണറായി സത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ UDFൻ്റെ ലക്ഷ്യവും പിണറായി സത്തിനും ഇടത് സർക്കാരിനും എതിരായിട്ടാണ് എന്നതുകൊണ്ടും അൻവറിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അൻവറിനെ കൂടെ നിർത്താൻ UDF തയ്യാറാണ്. മുസ്ലിം ലീഗ് അൻവറിനെ പിന്തുണയ്ക്കുന്നതായി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനകളിലൊക്കെ സൂചനയുണ്ടെങ്കിലും അവരും അൻവറിനെ പിണക്കണ്ട എന്നുള്ള ഒരു ലൈനിൽ നിൽക്കുന്നുവെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് ഇനി മറ്റു വഴിയൊന്നുമില്ല. UDFൻ്റെ കൂടെ പരസ്യമായി UDF സ്ഥാനാർത്ഥി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ പിഴ എന്ന് ഏറ്റുചൊല്ലിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ UDFനോടൊപ്പം സഹകരിക്കുക, അങ്ങനെ UDFൻ്റെ ഭാഗമായി തീരുക. അല്ലാതെ അൻവറിൻ്റെ ഇതുവരെയുള്ള ആ ഒരു ശൈലി കൊണ്ട് അൻവറിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അൻവർ എന്തിനാണ് ഇടതുമുന്നണിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയത്? പിണറായിയോട് പിണങ്ങിയല്ല ആദ്യം പോകുന്നത്. അൻവർ പോകുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP അജിത് കുമാറിനെയും പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ്. യുദ്ധം അവർക്കെതിരെയായിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് അൻവർ പിണറായിക്കെതിരായിട്ട് തിരിഞ്ഞത്. ഇപ്പോൾ അൻവറിൻ്റെ യുദ്ധം പിണറായി സത്തിനെതിരായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അൻവറിന് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. UDFലെ നേതാക്കൾ ആരും അൻവറിനെ വിശ്വസിക്കുന്നില്ല. UDFൻ്റെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ നേതാവ് എന്നോട് പറഞ്ഞത് 10 PC ജോർജ് ചേരുന്നതാണ് അൻവർ എന്നാണ്. അപ്പോൾ എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ അൻവറിനെ കുറിച്ചുള്ളതെന്ന് അൻവർ കൂടെ ചിന്തിക്കണം. ഈ പ്രതിച്ഛായയ്ക്ക് ഒന്ന് മാറ്റി അൻവർ കുറച്ചുകൂടെ ഒരു തലക്കനവും അഹങ്കാരവും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു ജനകീയ സ്വഭാവം ഉൾക്കൊണ്ട് അൻവർ യഥാർത്ഥത്തിൽ UDFനൊപ്പം ചേരുകയാണ് നല്ലത്. അല്ലെങ്കിൽ അൻവറിന് ഏറ്റവും നല്ലത് വീണ്ടും സ്വർണം കുഴിക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് പോവുക തന്നെയാണ്.